നമസ്കാരം മിസ്റ്റർ ബിജു. ഞാൻ വന്നിരിക്കുന്നത് ചണ്ടാളബാബയായിട്ടാണ്, ബിജു ആയിട്ടല്ല. ചണ്ടാളബാബയായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. പട്ടിച്ചറ്റ വിളിച്ചാലൊന്നും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെയൊന്നും വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം, ഭൂതം, പിശാശ്, മാടൻ, മർദ, ഈ വക കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവമുണ്ടോ? നമ്മളിപ്പോൾ 3-4 പേര് മാത്രമാണ് ഈ സ്റ്റുഡിയോയിലുള്ളത്. ഇവിടെ ഒരു ആത്മാവിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അച്ഛനെയും അമ്മയും കല്യാണം കഴിക്കുന്ന മനുഷ്യരോടുണ്ട്. അച്ഛനും അമ്മയുണ്ട്. അച്ഛനും അമ്മ അറിയും കൂടി ഇല്ല. കുട്ടി പ്രസവിച്ചിട്ട് 3 വയസ്സോടെ ഉണ്ടാവും. മാറ്റിയതിനു ശേഷം വയസ്സായി വീണ്ടും വരും. ചിലപ്പോൾ അച്ഛനോടനെ ബന്ധപ്പെടും. അറിയില്ല, മക്കളാന്ന് അറിയില്ല. ചൂഷണം ചെയ്യലും കൂടെ അല്ലേ അത്? അപ്പോൾ ഡോക്ടേഴ്സിനെ ചോദിച്ചു, എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ കഴിയും. എല്ലാവരും അങ്ങനെ വെച്ചാൽ 99% അങ്ങനെ. അത് ചൂഷണമാവുന്നു. കൃഷ്ണന്റെ കാലത്ത് കൃഷ്ണൻ ഏകപത്നിയല്ല, ഈ രാമൻ മാത്രമാണ് ഏകപത്നി. ശിവൻ തന്നെ പാർവതി ഒപ്പുണ്ടെങ്കിലും ബാക്കി ഒരുപാട് കഥകളുണ്ട് ഏകപത്നി. മനുഷ്യനുണ്ടായ കാലം മുതൽ വിശ്വാസികളും അവിശ്വാസികളുമുണ്ട്. വിശ്വാസികൾക്ക് പറയാനുണ്ട്, അവിശ്വാസികൾക്ക് ചോദിക്കാനേറെയുമുണ്ട്. ഹോട്ട് സീറ്റിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം മിസ്റ്റർ ബിജു. അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം. താങ്കൾക്ക് വിരോധമുണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ, ബിജു എന്ന പേര് നമ്മളെന്താ വെച്ചാൽ, എൻ്റെ പേര് ബിജു എന്നാണെങ്കിൽ പോലും നമ്മൾ സ്ഥാനത്തിരുന്നു കൊണ്ട് മഹാചണ്ടാള ബാബ എന്നാണ് ആ സ്ഥാനം. അതല്ല, പേര് വിളിക്കണമെങ്കിൽ വിവേകാനന്ദനാഥൻ എന്ന് വിളിക്കാം. കാരണം ബിജു ഇല്ല. ബിജു അച്ഛനമ്മയിട്ടൊരു പേരാണ്. എനിക്ക് ഗുരു ഇട്ട പേര് വിവേകാനന്ദനാഥൻ. ഒഫീഷ്യൽ റെക്കോർഡ്സിൽ എന്താണ് പേര്? ഒഫീഷ്യൽ റെക്കോർഡിൽ ബിജു എന്ന ബിജു നാരായണ ശർമ്മ ഒഫീഷ്യലുണ്ട്, ബിജു ഉണ്ട്. അപ്പോൾ ബിജു എന്ന് വിളിക്കുന്നതിൽ നിയമപരമായി മഹാചണ്ടാള ബാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഠാധിപതിയായിട്ട് രജിസ്റ്റർ ചെയ്ത പേരാണ്. ഞാനിരിക്കുന്ന ആ ഒരു പൊസിഷൻ. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ചണ്ടാള ബാബയായിട്ടാണ്, ബിജു ആയിട്ടല്ല. ചണ്ടാള ബാബയായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതാണ് ഇതൊക്കെ. ബിജുവിന് തോന്നുന്നില്ല. ബിജു എന്ന് പറഞ്ഞാൽ ഏലംകുളത്തുള്ള കണ്ണൻ വസന്തകുമാരിയുടെ മകനാണ്. ആ മകന് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ചണ്ടാള ബാബ എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ ആഗ്രഹിക്കുന്നല്ലേ നിങ്ങൾ വിളിക്കണ്ടേ? അല്ലേ പിന്നെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? അപ്പം പിന്നെ പട്ടിച്ചറ്റ വിളിച്ചാലൊന്നും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെയൊന്നും വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിയമപരമായി അനുശാസിക്കുന്ന രീതി. നിയമത്തിലാണെങ്കിൽ നിയമം തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയാണ്, ട്രസ്റ്റ് നിയമമായിട്ടുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അത് പ്രകാരം എന്താ വെച്ചാൽ മാതൃകുല ധർമ്മശേഷം മഠാധിപതിയുടെ പേര് മഹാചണ്ടാള ബാബ എന്നാണ്. അത് തന്നെയാണ് എൻ്റെ പേര്. അത് ഞാൻ സ്വീകരിച്ച പേരും ഞാൻ പറയുന്ന പേരുമാണ്. ആ സ്ഥാനത്തേക്ക് ഇട്ടുള്ള ആളാണ് ബിജു. ആ ബിജുവിനോട് ചോദിച്ചാൽ ബിജുവിൻ്റെ മറുപടിയേ കിട്ടുള്ളൂ. അങ്ങേക്ക് വേണ്ടത് ബിജുവിൻ്റെ മറുപടിയാണെങ്കിൽ ബിജു പറയാം. ഓക്കെ, ചണ്ടാള ബാബയുടെ മറുപടികളാണ് എനിക്ക് ആവശ്യം. എൻ്റെ ആദ്യത്തെ ചോദ്യം, ദൈവം, ഭൂതം, പിശാശ്, മാടൻ, മർദ, ഈ വക കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എനിക്ക് അനുഭവം ഉണ്ടാകാത്തത് കൊണ്ടാകാം. പക്ഷെ ഒരു ഭയം എന്നുള്ള കാര്യമാണ് എല്ലാവരെയും ഇതിലേക്ക് നയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവമുണ്ടോ? വിശ്വസിക്കുന്നവർക്ക് ദൈവമുണ്ട്, വിശ്വസിച്ചവർക്ക് ദൈവം ഇല്ല എന്ന് കരുതുന്നവരോട് ഉണ്ടെന്ന് പറഞ്ഞ് വിജയിപ്പിക്കാൻ പറ്റില്ല. ദൈവം എന്തേ എന്നാണ്. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്താ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടോ എന്ന് പറയാം. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു എന്താ പറയുക, ഒരു 10 രൂപയുടെ കോയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ 10 രൂപ കോയിൻ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് കരുതാം. അപ്പോൾ ആദ്യം കോയിൻ എന്താ പറയണം, നല്ലതിലുണ്ടോ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇത് പറഞ്ഞ പോലെ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ദൈവം എന്നൊരു അർത്ഥമാക്കുന്നതെന്ന് പറയും. എന്നാൽ ഉണ്ടോ ഇല്ലയോ പറയാം. നമ്മളെ രക്ഷിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന, നമ്മുടെ ജീവിതം ഇങ്ങനെയാണെന്ന് എഴുതി വെച്ച ഒരു മനുഷ്യനല്ല, ഒരു ശക്തി, അതാണ് ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് എല്ലാവരും പറയുന്ന ദൈവമെന്ന് ഞാൻ കരുതുന്നു. ശരി, തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ദൈവം ആ പറയപ്പെടുന്ന ശക്തിയുള്ളതാണ്. പേരേതേ എന്നുള്ളതല്ല. പേര് പല പേര്. ഇപ്പം മാടൻ എന്ന് വിളിക്കുന്നത് മാടത്തിൽ, വീടുകൾക്കൊക്കെ പണ്ട് പറയാം, സാധാരണക്കാരുടെ വീടിനൊക്കെ മാടം എന്നൊക്കെ പറയാം. ആ മാടത്തിൻ്റെ ഉള്ളിൽ ആരാധിക്കപ്പെട്ടിരുന്ന, അവർ വിശ്വസിച്ച് കൊണ്ടു നടക്കുന്ന പ്രപഞ്ച ശക്തിയെയാണ് മാടൻ എന്ന് വിളിക്കുന്നത്. മർദ എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളം, പരിപൂർണമായിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെയാണ് അതിൻ്റെ ഓരോന്നിനും ഓരോ അർത്ഥതലങ്ങളുണ്ട്. അതുകൊണ്ട് പേരിൻ്റെ ഭാഷയല്ല. ഇപ്പോൾ യഹോവയായാലും ശരി, യാഹ് എന്ന് പറഞ്ഞാൽ തന്നെ വീര്യം അല്ലെങ്കിൽ പ്രപഞ്ച സത്യം എന്നൊക്കെ തന്നെ യാഹിന് അർത്ഥമുണ്ട്. യാഹ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാള അർത്ഥമുണ്ട്. കാളയ്ക്ക് വീര്യം എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹിലും എല്ലാത്തിനും അർത്ഥമുണ്ട്, അർത്ഥതലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ അത് ബോധ്യമാണ്, എൻ്റെ ബോധ്യമാണ് ദൈവം. ഈ നിങ്ങൾ പറഞ്ഞ ടൂണിലാണെങ്കിൽ ദൈവം ഉള്ളതാണോ ഉള്ളതാണ്.
അതൊക്കെ ചോദ്യം. അപ്പോൾ പ്രേതം, ഭൂതം, പിശാച്, ഈ പറഞ്ഞ എക്സോർസിസം എന്ന് ഇംഗ്ലീഷിൽ പറയാം, എനിക്ക് തോന്നുന്നു ബാധ ഒഴിപ്പിക്കൽ, ഈ വക കാര്യങ്ങളൊക്കെ ഉള്ളതാണോ? അതോ ഈ കഥകളിൽ, സിനിമകളിൽ എടുക്കാൻ എളുപ്പത്തിന് മനുഷ്യനെ കാണാനുള്ള കണ്ണിന് കുളിർമയ്ക്ക് ഉണ്ടാക്കിയ കാര്യങ്ങളാണോ ഇതൊക്കെ? ഈ സിനിമയിൽ കാണുന്ന ഉള്ള സാധനങ്ങളുണ്ടോ എനിക്കറിയില്ല. സിനിമയിലുണ്ട് സാരി ഉടുത്ത പ്രേതങ്ങളെ ഒക്കെ കാണാൻ പറ്റുക. അതൊരു കാലഘട്ടം. അല്ല ഇപ്പോഴും ഇത് പേന ഷർട്ടും കോട്ടൊക്കെ ഇട്ടാൽ പോലും. അല്ലാണ്ട് എന്നെ സംബന്ധിച്ച് പ്രേതം എന്ന് പറയുന്ന അവസ്ഥ മുതൽ മരിച്ചാളുടെ ആവുമല്ലോ അല്ലേ? മരിച്ചാളുടെ പ്രേതം എന്ന് പറയാൻ അങ്ങനെയല്ലേ വിശ്വസിച്ചത്. ആ മരിച്ച ആളുകളെ ഇപ്പോൾ ഒരു ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ഫുൾ നെക്കഡായിട്ട് വെള്ളത്തുള്ളിൽ പുതഞ്ഞിട്ടാണ് കൊണ്ടായിട്ട് കുഴിച്ചിരുന്നത്, അല്ല കത്തിക്കുന്നേ. അപ്പോൾ വരുമ്പോൾ തുണിയില്ലാണ്ട് വരണ്ടേ? അങ്ങനെയല്ലല്ലോ, സാരി ഉടുത്തിട്ടാണ് വരുന്നത്. ക്രൈസ്തവരൊക്കെ ആണെങ്കിൽ അവർ അവരുടേതായ രീതിയിൽ അവർ വിവാഹ വസ്ത്രം എന്തോ ആയിരിക്കും തോന്നുന്നു. ആണുങ്ങളാണെങ്കിൽ കോട്ടൊക്കെയാണ്. ഒന്നും കല്ല. മുസ്ലിങ്ങൾ തന്നെ ഏകദേശം 1-2 വസ്ത്രങ്ങളൊക്കെ അവർക്കും പറഞ്ഞിട്ടുള്ളൂ. ആ തുണിയൊക്കെ 2-3 വസ്ത്രത്തിൽ കണക്ക് കുറേ വരും. ഇതിങ്ങനെയൊന്നും കാണാറില്ല. സിനിമയിൽ വേറൊരു രീതിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമയിൽ കാണുന്ന പ്രേതം ഭൂതവും ഒന്നുണ്ടെന്ന അഭിപ്രായം നമുക്കില്ല. ഭൂതം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഭൂതം എന്ന് പറഞ്ഞാൽ ഭൂതമായത്, ഉണ്ടായതേ എന്ന അർത്ഥമാണ്. ഈ പ്രപഞ്ചത്തിൽ ഇപ്പം നിങ്ങൾ എന്താ പറയുക, ആറ്റങ്ങളും കണങ്ങളും എന്നൊക്കെ പറയില്ലേ, ഇതുപോലുള്ള പ്രപഞ്ചത്തിൽ സൂക്ഷ്മമായ എല്ലാ തൊട്ടിട്ട് നമ്മൾ വരെയുള്ളതിനൊക്കെ ഭൂതം തന്നെയാണ് പറയാം. ഇതിന്റെ സയന്റിഫിക് ബേസ് എന്ന് പറയുന്നത് ഒരു ഫോമിൽ ഉണ്ടായിരുന്ന ഒരു എനർജി മറ്റൊരു ഫോമിലേക്ക് മാറുന്നു എന്നുള്ള സാധനം, അത് തന്നെയാണോ നിങ്ങളും പറയുന്നത്? എനർജിയുടെ മാറ്റം തന്നെയുള്ളൂ പ്രപഞ്ചത്തിൽ. ഇപ്പോൾ സാധാരണ പുരാണങ്ങളും ഞാൻ ഫോളോ ചെയ്യുന്ന തന്ത്രശാസ്ത്രമാണ്. തന്ത്രശാസ്ത്രം വെച്ചാൽ ആദ്യ പിതാവിനെയും മാതാവിനെയും, ഇപ്പോൾ ആദം അവ്വ അല്ലെങ്കിൽ ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന ആളുകൾ പറയുക, പുരാണം ഫോളോ ചെയ്യുന്നത് മനു ശതരൂപ എന്നൊക്കെ പറയും. നമ്മളൊരിക്കലും അത്തരത്തിലൊരു പിതാവ് മാതാവ് സങ്കല്പത്തിൽ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാവുക, ഇതെല്ലാം ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ തന്ത്രശാസ്ത്രം ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്ഫോടന സിദ്ധാന്തമാണ് ഫോളോ ചെയ്യുന്നത്. അതിന് കാരണം ഇപ്പോൾ സാധാരണ ബിഗ് ബാങ് തിയറി ഒക്കെ പറഞ്ഞു വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മളെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ സത്യം അത് രൂപത്തിലല്ല പറയുന്നത്. എന്തോ ഈ പ്രപഞ്ചത്തിൻ്റെ എനർജി, നിങ്ങൾ പറഞ്ഞ എനർജി എന്ന് പറഞ്ഞാൽ മാറ്റർ എനർജി എന്താ വെച്ചാൽ അത് ഓൾറെഡി എന്താ വെച്ചാൽ അതിനെ അറിയാൻ തോന്നി. ഇപ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നില്ല. നമ്മളെ കാണണമെങ്കിൽ ഒന്ന് കണ്ണ് തുറന്ന് കണ്ണാടി വേണം, കുറച്ചൊക്കെ നമുക്ക് ഭാഗ്യമായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ അത് എന്താ വെച്ചാൽ സ്വയം അല്ല, കുറച്ചൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ. മനസ്സിലായില്ല. കണ്ണാടി ഉണ്ടെങ്കിലേ കാണാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു, അതിന് ശേഷം പറഞ്ഞ മനസ്സിലായില്ല. കണ്ണാടി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണാടിയിൽ കാണാം, ഇത്രയും ഭാഗം നമുക്ക് കണ്ണുകൊണ്ട് കാണാം. നമ്മുടെ മുഖത്ത് ഏകദേശം മുഖമൊക്കെ കാണാനുണ്ടെങ്കിൽ പോലും മുഖം കാണാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും കണ്ണാടിയോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും ഒരു ഉപാധി നമുക്ക് വേണം, ഒരു പ്രതിബിംബം നമ്മൾ പ്രതിഫലിപ്പിക്കുന്ന എന്തെങ്കിലും വേണം. അപ്പോൾ എന്താ വെച്ചാൽ അത് അപ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥയിൽ ആ പ്രപഞ്ചത്തിൻ്റെ സത്യം എന്താ വെച്ചാൽ അതിന് തോന്നുകയാണ് അതെന്താ എന്ന്, അത് സ്വയം ചിന്ത വന്നു എന്നാണ് ഈ വിശ്വാസം, ഞങ്ങൾ ഫോളോ ചെയ്യുന്ന വിശ്വാസം. അപ്പോൾ വെച്ചാൽ ആ ചിന്തയിൽ താൻ ആരെ എന്ന ചോദ്യം, അപ്പോൾ വെച്ച പോലെ തന്നെ താൻ ആരെയെന്ന് എനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കണേ. ഇതിങ്ങനെ ചിന്തിച്ചു. ആ ചിന്തിച്ച സമയത്ത് എന്തായി, ആ ചിന്ത ഒരു താപമായിട്ടൊരു വളർന്ന് അത് ആ ചിന്തയിൽ നിന്നാണ് ബാക്കി പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയൊക്കെ. അവിടെ ആ സ്ഫോടനം എന്ന് പറയുന്നത് ആ ചിന്തയുടെ സ്ഫോടനമാണ്. അതിൽ നിന്ന് വിവിധ കണങ്ങളായി മറ്റുള്ള എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ പോലും ഉണ്ടായി എന്നാണ് തന്ത്ര പറയുന്നത്. തന്ത്ര ഈ പുരാണമല്ല, കഥ പറയുന്നില്ല കേട്ടോ തന്ത്ര. ഇപ്പോൾ സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ശിവൻ വിഷ്ണു ഇത്തരം കഥാപാത്രങ്ങളെ കുറിച്ച് തന്ത്രയ്ക്കൊന്നും പറയാനില്ല. പക്ഷേ ഞാനെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങയുടെ ചോദ്യത്തിന് പലതിനും മറുപടി തന്നേ പറ്റുള്ളൂ. കാരണം അങ്ങനെയാണല്ലോ ഒരു പ്രത്യേകിച്ചൊരു ധർമ്മവ്യവസ്ഥയിൽ, ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ ഈ ആത്മീയതയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരൊന്നും രക്ഷപ്പെടാൻ വേണ്ടി അതൊന്നും ഭാഗമല്ല പറയുന്നില്ല. പക്ഷെ മറിച്ച് എൻ്റെ സബ്ജക്റ്റ് തന്ത്രയാവുന്ന തന്ത്രയിൽ ഒരിക്കലും രൂപംനത് പൂജ്യത, രൂപത്തെ അല്ല അവസ്ഥ പൂജ്യത. അപ്പോൾ ഈ മരിച്ചുപോയ മനുഷ്യരെല്ലാം മറ്റൊരു രൂപത്തിൽ മറ്റൊരു ഭാവത്തിൽ ആത്മാവായി ഇവിടെയൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റു രൂപത്തിലും ഭാവത്തിൽ വെച്ച് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് മരിച്ചുപോയവർ ഇവിടെ ഉണ്ടേ എന്ന് വിശ്വസിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് ശാസ്ത്രീയമായി തെളിയിക്കുന്നതല്ല. എൻ്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറയാറെന്ന് വെച്ചാൽ എൻ്റെ അമ്മ മരിച്ച ദിവസം ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വയ്ക്കും, ഒരു പാത്രത്തിൽ ഒരു വിളക്ക് വെച്ച് നമ്മുടെ ഫോട്ടോ എടുത്ത് വയ്ക്കും. അമ്മ അവിടെ വന്ന് കഴിക്കില്ല എന്നെൻ്റെ ബോധ്യമാണ്. പക്ഷെ മറിച്ച് എൻ്റെ അമ്മയ്ക്കൊപ്പം ഇരുന്ന് ഞാൻ കഴിക്കുന്നു എന്ന എൻ്റെ വിശ്വാസം എനിക്ക് സന്തോഷത്തെ നൽകുന്നുണ്ട്. അതിനു വേണ്ടി ഞാനത് ചെയ്യും. ഇത് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഈ ട്രൈബ് ആരാധനയുമായി ബന്ധപ്പെട്ട് പ്രേതം വിളി എന്നൊരു സംഭവമുണ്ട്. മരിച്ചുപോയ ആളുകളെ വിളിച്ചു വരുന്ന ചടങ്ങ്. അത് ചെയ്യുന്ന സമയത്ത് ആ പ്രേതം നമ്മൾ മരിച്ചുപോയ ആൾക്കാരെ, ഇപ്പോൾ മരിച്ച ആളുടെ കുട്ടിക്കാലം തൊട്ടിട്ടുള്ള വിവാഹം കഴിഞ്ഞ് മരിക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും പാടുകയാണ് ചെയ്യുക. മലയാളത്തിലാണ്. പാടിയിട്ട് എന്താ വെച്ചാൽ വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ആളുകൾ ഉറഞ്ഞു വരും. ഈ ഉറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവരനുസരിച്ച് ഈ വ്യക്തിയുടെ പോലെ അവർ വന്ന് സംസാരിക്കും, എനിക്ക് ഇന്നത് വേണം ഇന്ന ആളെ കാണും എന്നൊക്കെ പറയും.
അപ്പോൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഭക്ഷണം വേണം, ഭക്ഷണം കൊടുക്കും, ബന്ധുക്കളെ കാണിച്ചു കൊടുക്കും, കണ്ട് അയാൾ അങ്ങനെ സന്തോഷമായിട്ട് അതൊരു മറ്റൊരു രൂപത്തിൽ, മറ്റൊരു മനുഷ്യന്റെ രൂപത്തിൽ വന്ന് മനുഷ്യൻ്റെ രൂപത്തിലേക്ക് പ്രവേശിച്ച് വരികയാണ്. അവിടെ പറയട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ട് നോക്കിക്കാണുന്ന വശം കൂടിയാണ് പോണത്. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ വന്ന് ഓൾറെഡി വെച്ചാൽ ഈ നിൽക്കുന്ന ആൾക്ക് സന്തോഷമാവും. എൻ്റെ അച്ഛനെ കണ്ടു, അമ്മയെ കണ്ടു, പെങ്ങളെ കണ്ടു, അവരിങ്ങനെ വന്നല്ലോ. അവരുടെ തലം അങ്ങനെയാണ്. കൃഷ്ണനൊക്കെ ഗീതയിൽ പറഞ്ഞ ഓരോരുത്തരുടെ തല വ്യത്യാസമുണ്ട്. ബ്രെയിൻ്റെ ചിന്തയുടെ തലം വ്യത്യാസമാണ്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ സായിട്ട് അപ്പം എന്താണ്, ഇവർക്ക് അവർ അച്ഛനമ്മ വന്ന് സന്തോഷമായിട്ട് അവർ കഴിക്കേണ്ട കുറിച്ച് പോയി. ഇനി ആ ആത്മാവ് എന്നൊരു ഭാവത്തിൽ നിൽക്കുകയാണെങ്കിലും അതും സന്തോഷമായി. ഇനി അതല്ലെങ്കിലോ, നിങ്ങൾ സൈക്കോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുകൊണ്ട് എന്താ വെച്ചാൽ ഇവരും ഹാപ്പിയായി, ഇവരും ഹാപ്പി. കാരണം ഇത്തരത്തിലൊരു സംഭവം അച്ഛനമ്മ തൃപ്തിയായോ ചിന്തിക്കുന്നവർക്ക് തൃപ്തിയായി എന്നൊരു തലത്തേക്ക് എത്താൻ പറ്റും. നമ്മളിന്ന് മോഡേൺ ചികിത്സ കൊടുക്കുന്ന സമയത്ത് നമ്മളത് ഓക്കെ പറയും. അതായത് മണിച്ചിത്രത്താഴിൽ മോഹൻലാൽ വന്ന് ചെയ്യുമ്പോൾ ശരിയും തിലകൻ ചെയ്യുമ്പോൾ അത് മോശമാവുന്ന ആ ചിന്താഗതിയുടെ പ്രശ്നം ഈ ലോകത്തുണ്ട്. തിലകൻ ചെയ്യുന്നതും തിലകൻ ആ സിനിമ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. തിലകൻ അതിലൊരു പൂജാരിയാണ്, മോഹൻലാൽ ഒരു സൈക്കാട്രിസ്റ്റുമാണ്. അപ്പോൾ ആ സമയത്ത് തിലകൻ പറയുകയാണ്, ഇയാളുണ്ടെങ്കിൽ ഞാൻ എന്തിനാ? മോഹൻലാലും അതേപോലെ തന്നെ തിരുനീനിയാണ്. കാരണം അറിവ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു ശാസ്ത്രീയ വശമാണ്. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ ആൾക്കാർക്ക് വിശ്വാസമായിരിക്കാം. എന്നാൽ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ ചികിത്സാ പദ്ധതിയാണ്. നിങ്ങളെ ബാധ എന്നാ ചോദിച്ചത്, ബാധയൊക്കെ ഉണ്ടെന്നാണ് ചോദിച്ചത്. ബാധ എന്ന വാക്കിനെ ദ്യോതിപ്പിക്കുന്നതാണ് ബാധിച്ചത്. എവിടെയാണ് ബാധിച്ചത്? പനി ബാധിച്ചു പറഞ്ഞാൽ ശരീരത്തെയാണ്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ അദൃശ്യമായ എന്തിനെയൊക്കെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളല്ല സമൂഹം പറയുന്നത്. അദൃശ്യമായത് ബാധിക്കുന്നത് എവിടെയാണ്? ബോധത്തെയാണ്. ബോധമണ്ഡലത്തിലാണ് വായിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികം നിങ്ങൾക്ക് ദാഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ദാഹം ഉണ്ട്. പക്ഷെ ചിന്ത വരുന്ന പോലെ ഇത് നിങ്ങൾക്ക് ഉണ്ടോ തെളിയിക്കാൻ വയ്യ. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തോ പറ്റി. ഈ ആത്മാക്കളുടെ പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യുമോ? അത് നമുക്ക് ഇവിടെ ഇപ്പോൾ ഇരിക്കുകയാണ്, നമ്മളിപ്പോൾ 3-4 പേര് മാത്രമാണ് ഈ സ്റ്റുഡിയോയിലുള്ളത്. ഇവിടെ ഒരു ആത്മാവിന്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെ അത് ഈ സ്ഥലത്തിന്റെ പ്രത്യേകതയാണോ? അല്ല, അതുകൊണ്ടല്ല. അതെന്താ വെച്ചാലേ ഇപ്പം ആത്മാവ് പറഞ്ഞ ഇവിടെ എല്ലായിടത്തും എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു ഇപ്പോൾ സാധാരണ നമ്മൾ ഇപ്പം എല്ലാവരും പറയും നെഗറ്റീവ് പോസിറ്റീവ്. എന്നെ സംബന്ധിച്ച് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും ഇല്ല. എന്നാൽ പോലും നെഗറ്റീവ് എന്നൊരു സങ്കല്പം, ആ നെഗറ്റീവ് വൈബ്രേഷൻ ഇവിടെ ഇല്ല. ചിലയിടത്ത് പോയി ഫീൽ ചെയ്യും. ചില വീട്ടിലിപ്പോൾ അടുത്ത് നമ്മൾ തന്നെ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് അവിടെ എങ്ങനെ ഈ ട്രൈബിൻ്റെ ഇടയിൽ ഒരു 2-3 മരണം കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് നടന്നു. അവരാകെ ഭയന്നു പോയി ഒരു കുടുംബത്തിലാണ്. അപ്പോൾ അവർ നേരെ അവരുടെ രീതിയിൽ എങ്ങനെ ജ്യോത്സ്യന്മാരെന്ന് പറഞ്ഞാൽ അവർ കള്ളാടികൾ എന്ന് വിളിക്കും ആ ജ്യോത്സ്യന്മാർ. നമ്മളെല്ലാവർക്കും ഒരു ജ്യോതിഷമൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആളുകൾ വന്ന് അവരുടെ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക കായൊക്കെ അവർ ഉപയോഗിക്കുക ഭക്ഷണം വയ്ക്കാൻ വേണ്ടി. അണിച്ച് അവർ ഒരാളും കൂടി മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്നും കൂടി ഭയന്നു പോയി. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് എങ്ങനെയാണ് മരണപ്പെട്ടത്? ഒരാൾക്ക് ക്യാൻസർ ആയിരുന്നു. പക്ഷെ ഒരാൾ ആത്മഹത്യ ചെയ്ത്, അസുഖമൊന്നുമില്ല. മറ്റാൾ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത ആൾ മരിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ മരിക്കുക അവർക്ക് അറിയില്ല. ഒരാൾ അസുഖം കൊണ്ടാണല്ലോ ഉറപ്പാണ്. പക്ഷേ അപ്പോൾ എന്ന് വെച്ചാൽ ഇവർ അങ്ങനെ നമ്മളറിയുന്ന ഒരാളുണ്ടായിരുന്നു, നമ്മളോട് തോന്നുന്നു. അപ്പോൾ നമ്മളും തന്നെ നമുക്കും തന്നെ ട്രഡീഷണൽ ആയിട്ടൊരു മുറവും നെല്ലൊക്കെ ജ്യോതിഷത്തിൻ്റെ പരിപാടിയുണ്ട്, സിസ്റ്റം പൂർവ്വീര പറഞ്ഞു. അപ്പോൾ അതുപോലെ നോക്കിയപ്പോൾ നമുക്കും കാണുന്നത് വെച്ചാൽ ഒരാൾ മരിക്കാൻ ആ രീതിയിൽ മരിക്കാൻ നമ്മൾ ഒരാൾ മരിക്കാൻ സാധ്യത നമ്മൾ തന്നെ പറയണം. ഞാൻ പറഞ്ഞോണ്ടൊന്നും മരിക്കില്ല കേട്ടോ, ഒരു സംഭവം ഇതിൽ കണ്ടു. പക്ഷേ അവിടെ ഒരാൾ പറഞ്ഞില്ല, എവിടെയും രാശിയിൽ അത് കാണുന്നുണ്ട്. ഇങ്ങനെയുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുക? അപ്പോൾ തൊട്ട് ഇവിടെ എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ച് അവർ ഭയന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊന്നും വേണ്ട, നിങ്ങൾ പൂജ്യം. അപ്പോൾ അവരെന്ന് വെച്ചാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ സുദർശനം നടത്തണം, വായിക്കണം, ഇതൊന്നും നിങ്ങളുടെ കൾച്ചറല്ല. നിങ്ങൾ നിങ്ങളുടെ രീതിക്കുള്ള പ്രാർത്ഥനയും മറ്റുള്ളതൊക്കെയാണ് നടത്തേണ്ടത്. എന്തായാലും പൈസയൊക്കെ ചിലവാക്കാൻ വരട്ടെ, നമ്മൾ അങ്ങോട്ട് വരാം. അപ്പോൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, ഞാൻ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായാൽ മതി, ഫീസൊന്നുമില്ല. അവിടെ ഫീസൊന്നും നമ്മൾ പറഞ്ഞില്ല. പോയ സമയത്ത് 2 വീട്ടിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ കയറിയത്. 2 വീട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും എനിക്ക് ആ നിങ്ങൾ ഈ പറയപ്പെടുന്നൊരു നെഗറ്റീവ് ഫീലിംഗ് ആണുള്ളത്. അവിടെ എന്തൊക്കെയോ പോരായ്മ ഒന്ന് സ്ട്രക്ചറിൽ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ബിജു എന്ന് പറഞ്ഞാൽ ബിജു സിവിൽ കഴിഞ്ഞതാണ്. അപ്പോൾ ബിജു സിവിൽ കഴിഞ്ഞുകൊണ്ട് സിവിലിൻ്റെ നിയമങ്ങൾ എനിക്കറിയാം, വെന്റിലേഷൻ മറ്റുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അപ്പം വാസ്തുവിദ്യ കാണിപ്പയ്യൻ്റെ അടുത്തൊക്കെ വാസ്തുവിദ്യയും പിന്നെ രാമനാചാര്യെ പോലുള്ള ക്ഷേത്രവാസ്തു ചെയ്യുന്ന ആളുകൾക്ക് അത്രയും ശാസ്ത്രങ്ങൾ പഠിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും വാസ്തുപരമായിട്ടും അതിൻ്റെ സ്ട്രക്ചർ വെന്റിലേഷനൊന്നും കറക്റ്റല്ല. ഈ സിവിലിൻ്റെ നിയമപ്രകാരം വെന്റിലേഷൻ ഒന്നും കറക്റ്റ്, ആവശ്യത്തിന് വെന്റിലേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ പെട്ടിക്കൂട്ടിയിരിക്കുന്ന പോലെ, പെട്ടീൻ്റെ ഉള്ളിലിരിക്കുന്ന പോലെ അവർക്ക് മാനസികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. കാരണം കൃത്യമായിട്ട് കാറ്റും വിളിച്ചൊന്നുമില്ല. അപ്പം അത് ഒരു ബാധ തന്നെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിട്ട്. അവർക്കത് മറ്റു രൂപത്തിൽ അനുഭവപ്പെടുക. ശ്വാസം മുട്ടുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പല രൂപങ്ങളും തോന്നും. നിങ്ങൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പറ്റും. അത് ഒരു കസേരയിൽ കുറച്ച് തുണി കൂട്ടിയിട്ട് പെട്ടെന്ന് നോക്കിയാൽ അതൊരാൾ ഇരിക്കുന്നതായിട്ട് തോന്നും. അത് തോന്നലല്ലേ?
അത് വേറെ. ഇത് ഇതുപോലുള്ള തോന്നലുകളല്ലേ, പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നതായിട്ട് തോന്നും. ഇതെല്ലാം തോന്നലുകളല്ലേ? എന്താ തോന്നുന്നത്? ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നുള്ളൊരു തോന്നൽ തന്നെയല്ലേ. അപ്പം നമ്മൾ തൊട്ട് നോക്കാൻ പറ്റും. നിങ്ങൾക്ക് തൊട്ടൊക്കെ അയാൾക്ക് വന്ന് തൊടണം. ഇതാ വ്യക്തിക്ക് അനുഭവമാണേന്ന്. നിങ്ങളിപ്പോൾ ഞാൻ അടിച്ചിട്ട് നിങ്ങൾ വേദന ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ വേദന ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത് അത് തോന്നലല്ലേ? അല്ലേ? കാണിക്കാൻ പറ്റുമോ? ഇപ്പം ചായ കുടിച്ചു കുറച്ച് മുന്നേ ഇവിടെ ആരൊക്കെയോ, അത് മധുരമുണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ പറയാം അതൊക്കെ തോന്നലാണ്, മധുരം ഉണ്ടാവില്ല. അവിടെ എല്ലാം തോന്നലാ, എല്ലാം തോന്നലാ. അതുകൊണ്ടാണ് ശങ്കരാചാര്യൻ ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അപ്പോൾ തോന്നലുകൾ തന്നെയാണ് ഇതൊക്കെ. എവിടെയാ ബ്രെയിനിലാണ് ഇതൊക്കെ നടക്കുന്നത്. ആത്യന്തികം അപ്പം നിങ്ങൾ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? സത്യത്തിൽ അങ്ങനെ സംഭവം ഉണ്ടോ? ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതൊരു സോഷ്യൽ കൺസ്ട്രക്ട് ഉണ്ടാക്കി വെച്ചതാണ്. ലവേഴ്സ്. അപ്പം അതൊക്കെ തോന്നലല്ലേ എന്നാ ചോദിക്കുന്നത്. അച്ഛൻ, ചിലർ പറയും എന്താ പറയുക, അച്ഛനെ കല്യാണം കഴിച്ചു. ബൈബിളിലും പുരാണങ്ങളിലൊക്കെ പറയും അച്ഛനെ കല്യാണം കഴിച്ചു, അച്ഛനെ കുട്ടി ഉണ്ടാക്കിയത് പരിഹസിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു തോന്നലല്ലേ അച്ഛനും മകളാന്നൊക്കെ ഉള്ളത്? അച്ഛൻ ജന്മം കൊണ്ടുണ്ടാവുന്നതല്ലേ. അതിനിപ്പോ അങ്ങനെയാണെങ്കിൽ അതിനെ ലിമിറ്റ് വെച്ച് അതും മനുഷ്യൻ തന്നെ. അയാളുടെ DNA എന്നിലൂടെ ഓടുന്നത് കൊണ്ട് അയാൾ എനിക്ക് അച്ഛനായി. ലിമിറ്റേഷൻ വെക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. എന്താണ് അച്ഛൻ അങ്ങനെയാണെങ്കിൽ അച്ഛനെ കല്യാണം കഴിക്കേണ്ടതൊരു വിഷയം വെക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു രീതിയിൽ അച്ഛനെ അമ്മയെ കല്യാണം കഴിക്കുന്ന രീതി ഇല്ലാന്ന് തോന്നുന്നു. നിങ്ങൾ കോഴിക്കോടൊരു എന്താ പറയാ സിദ്ധാശ്രമുണ്ട്, അവിടെ ഇത്രയും കൺസെപ്റ്റ് ഒന്നുമില്ല. അച്ഛനെയും അമ്മയും കല്യാണം കഴിക്കുന്ന മനുഷ്യരോട് പ്രശ്നമില്ല. അച്ഛനും അമ്മയുണ്ട്, അച്ഛനും അമ്മ അറിയും കൂടി ഇല്ല. കുട്ടി പ്രസവിച്ചാൽ 3 വയസ്സോടെ ഉണ്ടാവും, മാറ്റിയതിനു ശേഷം വയസ്സായി വീണ്ടും വരും. ചിലപ്പോൾ അച്ഛനോടനെ ബന്ധപ്പെടും, അറിയില്ല, മക്കളാന്ന് അറിയില്ല. അപ്പം നമ്മളത് തെറ്റായിട്ട് തോന്നും. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് തെറ്റായിട്ട് തോന്നേണ്ട ആവശ്യം എന്താണ്? നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുകൊണ്ട് നമുക്ക് തോന്നുകയാണ്. ഇപ്പോൾ ഈ പുരോഗമനം പറയുന്ന ആളുകൾ തന്നെ അവരെ കുറ്റം പറയുന്നേന്ന്. അപ്പം സ്വാഭാവികമായിട്ടും സാധാരണ യുക്തിയും ശാസ്ത്രവും ചിന്തിക്കാൻ അപ്പുറം ചിന്തിക്കുന്നത് ആധ്യാത്മ തലത്തിലുണ്ട്. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. നമ്മളിപ്പോഴും നിൽക്കുന്നത് നമ്മൾ ഇതൊക്കെ വേണം, ഇതൊക്കെ നമുക്കൊക്കെ ഈ നേരത്തെ പോലെ തോന്നലല്ലേ എന്നുള്ള മറുപടിയാണ്. ഒക്കെ തോന്നലാണ്, ഒക്കെ തോന്നലാണ്. ഇപ്പോൾ പ്രേതമൊക്കെ തോന്നൽ തന്നെയാണ്. തോന്നൽ എന്ന് പറഞ്ഞ അനുഭവമാണ്. അവിടെ അനുഭവം, തോന്നലും അനുഭവവും വേറെയാണ്. അല്ല, ആ അനുഭവം ആ വ്യക്തിയുടെയാണ്, നിങ്ങൾക്ക് തോന്നലാവും. ആ വ്യക്തിയുടെ അനുഭവം അല്ലേ. എത്ര ആളുകൾ നോക്കൂ, എന്താ പറയുക, ഇപ്പം ഒരാഴ്ച 2 ആഴ്ച മുമ്പൊക്കെയാണ് കാസർഗോഡ് നമ്മൾ മാവലൻ എന്ന് പറഞ്ഞൊരു ട്രൈബ് വിഭാഗം ഉണ്ട്. ഇവിടെ ഒരു പരിപാടി ആദിമ കൊണ്ട് നമ്മൾ ഈ ആദിമ സംസ്കൃതിയിലും ആളുകളുടെ സംസ്കൃതിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഭാഗമായിട്ട് അവർക്ക് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കലി സാംസ്കാരികമായിട്ടും ഒക്കെ പല ഇന്ത്യയിൽ. ഇവിടെ പോയ സമയത്ത് ഒരാൾ പറയണം, മാവലൻ സമുദ്രത്തിൽ ഒരു പൂജ ചെയ്യുന്ന ഒരാൾ പറയുകയാണ്, അയാളുടെ അനിയനെ ഏട്ടനപ്പെട്ട ഒരാൾ മരിക്കുന്ന കാര്യമാണ്. ഇയാൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കഴുത്ത് ഇങ്ങനെ തിരിഞ്ഞൊരു പകുതി മുക്കാൽ പേടിയാവും. ഇതെന്തെന്നെ ആയിട്ട് മാറില്ല. ലാസ്റ്റ് ദൈവങ്ങളെയൊക്കെ പാടെ തൃപ്തിപ്പെടുത്തിയതിന് ശേഷം അത് മാറിയത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ തോന്നലോട് തിരിച്ചാൽ നമുക്ക് പണി പറയാം. പക്ഷെ ആ വ്യക്തിയുടെ അനുഭവമാണ് ഈ കണ്ടു നിൽക്കുന്ന ആളുടെ അനുഭവം. അവരൊരു ബാധാദോഷം എന്ന് പറഞ്ഞാൽ ആ ബാധാദോഷത്തിൻ്റെ ഭാഗം താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ദോഷമാണോ ആ കഴുത്ത് തിരിഞ്ഞു പോകുന്ന സംഭവത്തെ? അത് ദോഷം തന്നെയാണ്. കാരണം ബാധയാണ്, ദോഷത്തിൻ്റെ അപ്പുറം ബാധയാണ്. ദോഷം എന്നുള്ള വാക്യം ഉപയോഗിക്കുന്നില്ല, ബാധയാണ്. ഇയാളെ ബാധിച്ചിട്ടുണ്ട്. ബാധ എന്ന വാക്കിൻ്റെ അർത്ഥം ബാധിച്ചത് എന്നാണ്. അപ്പം അതിനെന്താ ട്രീറ്റ്മെൻറ്റ്? മോഡേൺ സയൻസ് വെച്ചിട്ട് നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. പണ്ട് മാന്ത്രികനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്. ഇയാളെ ഏത് രീതിയിലാണ് ഇത് ബാധിച്ചിരിക്കുന്നത്, അത് പോയിട്ട് ജഗതിക്ക് വെള്ളക്കുതിര കറുത്തകുതിര തന്നെ പോയി എന്ന് തോന്നണം. അപ്പം അത് ചികിത്സയാണ്, തീർച്ചയായും ചികിത്സയാണ്. ചികിത്സ പല വിധത്തിലാണ്. മാനസിക ചികിത്സ, അതുകൊണ്ട് ഔഷധ ചികിത്സ. ഈ വ്യക്തിയോട് ഇത് നിങ്ങളുടെ തോന്നലാണ്, ഇത് നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ല, നിങ്ങൾക്കിത് ബാധിച്ചിട്ടില്ല എന്ന ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മാറും എന്നൊരു സൈക്കോളജിസ്റ്റ് വന്നിരുന്ന് പറഞ്ഞു കൊടുത്താൽ അയാൾക്കത് മാറില്ല. അത്രയുള്ള ആളുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട്. എവിടെ വെച്ചാൽ ഈ മെഡിസിൻ കഴിച്ചിട്ടേ, സൈക്കാട്രി മോശം എന്നല്ല നമ്മൾ പറയണം. സൈക്കാട്രിയുടെ മരുന്ന് കഴിച്ചിട്ട് ആദ്യം ഇങ്ങനെ ഇരുന്ന ആളാവും, ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ആകെ മന്ദനായി എന്നാണ് പറയുന്നത് നമ്മൾ. അപ്പോൾ അനാവശ്യ മെഡിസിൻ കൊടുത്ത് ഇയാളെ പണം ഉറങ്ങാനുള്ള മരുന്നേ കൂടുതൽ കൊടുക്കുക, ആകെ ഇങ്ങോട്ട് ഇല്ലാണ്ടാക്കിയിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇയാളിനി തുടർ ജീവിതത്തിലേക്ക് പോയി, ഇപ്പോൾ മരുന്ന് കഴിച്ച് മാറി തന്നെ കൂട്ടിക്കോളും, തുടർ ജീവിതത്തിലേക്ക് പോയി. അയൽവാസികൾ എന്താ പറയുക അറിയോ? ഭ്രാന്തി പോകും. ഒരു കല്യാണം വന്നു, അവന് ഭ്രാന്തായിരുന്നു. ഇതങ്ങനെ ഇല്ല. കാരണം നേരത്തെ പറഞ്ഞ സമൂഹത്തിൻ്റെ വിഷയമുണ്ട്. നമ്മളെയൊക്കെ കാണാൻ വരുമ്പോൾ എന്തേ പറയുള്ളൂ, ഒരു ബാധാദോഷം ഉണ്ടായിരുന്നു, അതൊക്കെ അന്ന് ആവാഹിച്ചു പോയി, ഇതിനൊരു മാറ്റവും ഇല്ല. അപ്പം ഈ മെഡിസിന് പകരം കൃത്യമായി അയാളുടെ സംസാരിക്കും. നമ്മളൊക്കെ അതാ പറഞ്ഞത്, നമ്മളുടെയൊക്കെ രീതികൾ നമ്മൾ കൗൺസിലിംഗ് നടത്തുന്ന സംസാരിക്കും. ഇയാൾ എവിടെ എത്തി നിൽക്കുന്നേ,
അല്ലാണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കട്ടെ, നമുക്ക് നമ്മളെ പേഴ്സണൽ കാര്യമാണത്. ഇടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവിടെ അതൊന്നുമില്ല. സംസാരിച്ച് എന്താണ് ഇയാളുടെ പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾക്കെന്നെ തോന്നും, അയാൾ തന്നെ പറയും എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഇന്നതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാടം കൂടിയാന്ന് അയാൾക്കെന്നെ തോന്നും. വാടം കൂടിയല്ല നമ്മൾ പറഞ്ഞാൽ അയാൾ വിശ്വസിക്കുമോ? തൊട്ട് നമ്മളൊന്ന് ബോധ്യപ്പെടും. അവിടെയാണ് ഈ പറഞ്ഞ ജാതകവും രാശിയും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും കുഴപ്പങ്ങൾ ആ രാശിയിൽ കാണിക്കുന്നുണ്ടോ, അത് വിശ്വാസം തന്നെയാണ്, അതില്ലാന്നും പറഞ്ഞില്ല. അത് ബോധ്യപ്പെടുന്ന ശേഷം അപ്പോൾ ഈ ദോഷങ്ങളുണ്ടെങ്കിൽ അതെന്ത് വേണം, അത് പോയി നിങ്ങൾക്ക് തോന്നണം. അത് തോന്നണമെങ്കിൽ അതിന് വേണ്ട ക്രിയാഭാഗങ്ങളുണ്ട്. ഇന്ന രീതിയിൽ ചെയ്താലേ ഇയാൾക്കത് തോന്നുള്ളൂ. നേരത്തെ പറഞ്ഞ തോന്നലുണ്ടല്ലോ, ആ തോന്നലാണ് ഒഴിഞ്ഞാൽ ഇയാൾ ക്ലീനായി. പിന്നെ ഇയാൾക്ക് അടുത്ത സംശയമാണ്, ഇനി എന്നത് ബാധിക്കൂ. അപ്പം ഇനി ബാധിക്കാതിരിക്കണമെങ്കിലോ ഒന്നെങ്കിലും ഒന്ന് അനുഗ്രഹിക്കും, അല്ലെങ്കിൽ വെച്ചാൽ വാക്കുകൊണ്ട് ഇന്ന മന്ത്രം ജപിച്ചോ എന്ന് പറയും, അല്ലെങ്കിൽ യന്ത്രോ ഏലസ്റ്റേറ്റ് കെട്ടിക്കൊടുക്കും. അത് അയാൾ കൊടുക്കുന്നൊരു ആത്മധൈര്യമുണ്ട്. അതൊരു മെഡിസിനും കൊടുക്കാൻ. അതാണ് അതിൻ്റെ ശാസ്ത്രീയം. ഇനി ഔഷധങ്ങളിലും ഇങ്ങനെ തന്നെ, ഔഷധം കൊണ്ടാണ് മാറുന്നത്. പക്ഷെ എന്താണ്, മന്ത്രത്തോട് ജപിച്ചിട്ട് താനിത് കഴിച്ചോ. ഇതെല്ലാം ഒരു വിശ്വാസമാണ്, എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള സ്വയം. അത് കൊടുക്കാൻ തേർഡ് പാർട്ടിക്ക് പറ്റുന്നുവെങ്കിൽ അത് ശ്രേഷ്ഠമായ കാര്യമല്ലേ. മരിക്കാൻ പോണ ചൂഷണം ചെയ്യലല്ലേ, ചൂഷണം ചെയ്യലും കൂടെ അല്ലേ അത്. അവിടെ ഡോക്ടേഴ്സ് ചെയ്യുന്ന ചൂഷണമല്ലേ, വക്കീലന്മാരെ ചൂഷണമല്ലേ, പൊളിറ്റീഷ്യൻസ് ചെയ്യുന്ന ചൂഷണമല്ലേ. നമ്മൾ നന്മയുണ്ടെങ്കിൽ അവിടെ ചൂഷണം. ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രൊഫഷണൽ ഇതാണ്. എന്നെ ഒരാൾ കാണാൻ വന്നു, ഞാൻ ഇപ്പോൾ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ആളാണെങ്കിൽ ഒരു കൗൺസിലിംഗ് നടത്തുന്ന പൈസ വേണം. അപ്പോൾ എന്നെ കാണാൻ വന്ന ആൾക്ക് എന്താ പ്രശ്നം എന്ന് മനസ്സിലാക്കി അവരുടെ മനഃശാന്തിക്ക് വേണ്ടും അയാളുടെ ജീവിത വിജയത്തിന് വേണ്ടി ഉപദേശം കൊടുത്തു. അതിന് എന്ത് ട്രിക്ക് ഉപയോഗിച്ചാലും ശരി, എൻ്റെ പ്രൊഫഷണൽ അതാണ്. ഞാനതിന് അതിൻ്റെ ഫീസ് വാങ്ങുന്നതിൽ എന്ത് ചൂഷണം അതിലുള്ളത്, എന്ത് ചൂഷണമാണ്. പൊളിറ്റീഷ്യൻസ് അങ്ങനെയാണെങ്കിൽ പൊളിറ്റീഷ്യൻസ് ജനസേവനം എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. ഇപ്പോൾ മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന ടൈമാണ്, ഓരോരുത്തരും ജനങ്ങളെ ഇങ്ങോട്ട് സേവിക്കാൻ മുട്ടി നിൽക്കുന്ന പോലെയാണ്. സത്യത്തിൽ അതാണ് അവരുടെ പ്രശ്നം. അവർക്ക് സാമ്പത്തിക ലാഭം കണ്ടുകൊണ്ടുകൂടിയാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ കഴിയും. എല്ലാവരും അങ്ങനെ വെച്ചാൽ 99% അങ്ങനെ തന്നെയാണ്. അത് ചൂഷണമാവുന്നില്ല. ഞങ്ങളെപ്പോലെ ആധ്യാത്മിക മണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും ഞങ്ങളുടെ പ്രൊഫഷൻ മാത്രം ചൂഷണം. ഇതുപോലെ ഇപ്പോൾ കൗൺസിലിംഗ് നടത്തുന്ന ആൾക്കാർ അവർക്ക് ചൂഷണമില്ല. അപ്പം ഞാൻ പറഞ്ഞു, സിവിൽ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. എൻ്റെ പൂർവാശ്രമത്തിൽ സിവിൽ കഴിഞ്ഞ് ഞാൻ എന്താ വെച്ചാൽ എനിക്ക് പ്ലാന് വരച്ചാൽ അത് കുഴപ്പമൊന്നുമില്ല, കാരണം ഇയാൾ പഠിച്ചതാണ്. ഒരു ആശാരി ഇത് വരയ്ക്കുന്നതോടി അല്ല, അത് ചൂഷണമാണ്, അത് വാസ്തുവിദ്യയാണ്, ചൂഷണമാണ്. സിവിലിന് കൃത്യമായ നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഒരു നമ്മൾ സ്റ്റെയർ കേസ് വയ്ക്കുമ്പോൾ ഹെഡ് റൂമിനൊക്കെ ഹൈറ്റ് ഇത്ര വേണം, ഒരു ടോയ്ലറ്റ് സ്പേസ് ഇത്രയായിരിക്കണം, അതിന് ഏരിയ എത്ര വേണം, അത് കണക്കുണ്ടേ. ഇതേ മെത്തേഡ് തന്നെയാണ് വാസ്തുവിദ്യയിൽ. പക്ഷേ വാസ്തുവിദ്യ നോക്കിയിട്ടില്ല. വാസ്തുവിദ്യയിലും പാടാൻ ചിലപ്പോൾ നമ്മൾ ആയം വ്യയം എന്നൊക്കെ പാടാൻ ഒരു മനുഷ്യപ്രമാണം മാനപ്രമാണമുണ്ട്. അപ്പോൾ ഒരു കേവലം ഒരു ചെറിയ റൂമാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ കൈ വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ, കൈ ഇങ്ങോട്ട് വിടർത്തി പിടിച്ച് കഴിഞ്ഞാൽ അത്രയെങ്കിലും അതിൽ കുറച്ച് കൂട്ടി വെക്കണം, അത്രയെങ്കിലും റൂമിന് വിടുത്ത് ചുരുങ്ങിയത് വേണം എന്നാണ്. അതുപോലെ കൈ മുകളിലേക്ക് ഉയർത്തിയാൽ ഇത് വാസ്തുവിദ്യ പറയുന്നതാണ്, അത് ശാസ്ത്രമാണ്. പക്ഷെ എന്താണ്, അതെന്താ വെച്ചാൽ ഈ ഭാരതീയമാണ്, അത് ഇവിടുത്തെ താടിയും ജടയുമുള്ള ആൾക്കാർ പറഞ്ഞതാണ്. അതിന് വിദേശത്ത് ഏത് രാജ്യം, ഇപ്പോൾ അറേബ്യയിലായാലും ശരി, മുഹമ്മദ് പറഞ്ഞാലും ക്രിസ്തു പറഞ്ഞാലും ഒക്കെ ഇങ്ങനെ തന്നെ നമ്മൾ കാണുന്നത്. അതൊക്കെ അവർ പറഞ്ഞത് ഇതാണല്ലോ, ഇത് കോട്ട് സൂട്ട് മറ്റുള്ളവർ പറഞ്ഞാണ്, കുറച്ച് ഇംഗ്ലീഷിലാണ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഉണ്ട്, അതുകൊണ്ട് അത് ശാസ്ത്രം. അതുകൊണ്ട് സിവിൽ കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ അതേ സെയിം 1-2 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ MBBS കഴിഞ്ഞിട്ടില്ല, ഞാൻ ഈ എഞ്ചിനീയറിംഗിലാണ് പറയുന്നത്, സിവിലിലാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മെഡിസിൻ്റെ കാര്യം, മെഡിസിൻ ആയാലും അലോപ്പതി ആയുർവേദം കഴിഞ്ഞ് വരുന്ന ആളുകൾ ഇത് ചെയ്താൽ ഓക്കെ, അല്ലെങ്കിൽ സൈക്കാട്രി ഈ പറഞ്ഞ പോലെ കോഴ്സ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ അത് ചെയ്യാം. ഞങ്ങൾ ഇതേ കാര്യം പരമ്പരാഗതമായിട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റിന്റെ പിമ്പലില്ല. ഈ പരമ്പരാഗത കാര്യങ്ങൾ പഠിച്ചിരുന്നോ? എനിക്കിപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? ഈ സിവിൽ അല്ലാതെ ഈ പറഞ്ഞ സിദ്ധാന്തങ്ങൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി എന്താ വെച്ചാൽ തന്ത്രം എന്ന് പറഞ്ഞാൽ തന്ത്രയ്ക്ക് തന്നെ പല വെർഷനുണ്ട്. അല്ലെങ്കിൽ ക്ഷേത്രതന്ത്രത്തിൻ്റെ പഠനം കഴിഞ്ഞതാണ്. അത് നമ്മളതിൻ്റെ കോഴ്സ് കഴിഞ്ഞ് അത് ഗുരുകുല സമ്പ്രദായത്തിലാണ്. അതിലെന്ന് വെച്ചാൽ പഠനം കഴിഞ്ഞ് ഓൾറെഡി ഇപ്പോൾ കേരളത്തിലെ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്ന ആചാര്യനാണ്, അവർ അംഗീകാരം തന്നിട്ടുണ്ട് സർട്ടിഫൈ ചെയ്യാൻ, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ടീച്ചറായിട്ട് പറയാൻ പറ്റും. പിന്നെ കൂടാതെ തന്ത്രത്തിലാണ് ഇപ്പോൾ ശ്രീവിദ്യാ സമ്പ്രദായം എന്നൊക്കെ പറയും. അതിലെന്ന് വെച്ചാൽ അതിൻ്റെ പരിപൂർണത ഭാഗമായിട്ട് പൂർണ്ണദീക്ഷ എന്നൊക്കെ പറഞ്ഞ രീതിയുണ്ട്. പണ്ട് സർട്ടിഫിക്കറ്റ് പരിപാടി ഇല്ല, ഈ കോഴ്സ് കഴിയുമ്പോൾ അതിനൊരു വലിയ ചടങ്ങാണ്. അപ്പോൾ അത് കഴിഞ്ഞതാണ് അതാ പറഞ്ഞ വിവേകാനന്ദനാഥൻ എന്നുള്ളത്. അപ്പോൾ ഒരു പേര് കിട്ടും, കാരണം ആ മുൻ ജന്മത്തെ ആളില്ല. ഇപ്പോൾ ഈ പൂജ പഠിക്കുന്ന സമയത്ത് ആ ബിജു നാരായണ പഠിക്കാൻ പോയ ആള് പഠിച്ചതിന് ശേഷം തിരിച്ചു വരുന്നത് മറ്റൊരാളായാണ്. അതെ, യെസ്, ആ പഴയ ക്യാരക്ടർ ഇല്ല. ഇപ്പോൾ ബിജു എന്ന് പറഞ്ഞ ഒരാളെ ഒരു 18 വയസ്സ് വരെ ബിജു ഉണ്ട്, ഇല്ല ഞാൻ പറയില്ല. ബിജു എങ്ങനെയാണ്? ബിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോഴും ഞാൻ പഠിച്ച സ്കൂളിലോ അല്ലെങ്കിൽ ITIയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയും ബിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മിമിക്രി കാണിക്കും, മോണാക്ട് കാണിക്കും, സ്റ്റേജ് പെർഫോമൻസ് ആണ്, ബെസ്റ്റ് ആക്ടർ ആയിട്ടുണ്ട്, കലാപ്രതിഭ ആയിട്ടുണ്ട്, ഡാൻസ് കളിക്കും, ഫുള്ളൊരു കലാകാരനാണ്. ഇങ്ങനത്തെ ഒരാളെ അവർ പ്രതീക്ഷിക്കുന്നേ ഇല്ല. നമ്മളാണെങ്കിലും തന്നെ അത്യാവശ്യം വായിൽ നോക്കിയിട്ടും സംസാരിച്ചിട്ടും അങ്ങനെ തന്നെ ആളുകൾക്ക് ഞാൻ ജനിച്ച നാട്ടിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് അവിടെ പ്രായമുള്ള അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ എന്നെ വലിയ ഇഷ്ടമാണ്.
അന്ന് എൻ്റെക്കാൾ ഏജുള്ള ഏട്ടന്മാരും ഒന്ന് ചോദിക്കും ഇത് എങ്ങനെയാടാ ഈ പെണ്ണുങ്ങൾ എടുത്ത് പോയിരിക്കണേ എന്നുള്ളത്. കാരണം വലിയ ഇഷ്ടമാണ് എന്നെ, കാരണം എൻ്റെ സംസാരവും പ്രകൃതമൊക്കെ കാരണം അങ്ങനെ അവർ ഒരു ലാളിക്കുന്ന കാര്യമാണ് പറഞ്ഞത്, ഒമനിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ ഉണ്ടായിരുന്ന ആളൊരു ആധ്യാത്മികമായിട്ടുള്ളതൊന്നുമല്ല. എന്നാൽ 18 വയസ്സിന് ശേഷം എൻ്റെ മൈൻഡ് ആകെ മറന്നു. ഞാനത് പഠിക്കാൻ ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റിക്ക് അത് വേറെ മാതൃകയൊന്നുമില്ല. എനിക്ക് തോന്നുകയാണ് പഠിക്കണമെന്ന്. ഞാൻ പഠിക്കാൻ ഇറങ്ങിയ ശേഷം പിന്നീട് എൻ്റെ ലൈഫ് സ്റ്റൈലും ചിന്തകളൊക്കെ മാറുകയാണ്. കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഗെറ്റ് ടുഗദർ ഈ സ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ കൂടിയ സമയത്ത് എന്നോട് ബിജു ഒരു മിമിക്രി കാണിക്കുക ചോദിച്ച സമയത്ത് എനിക്ക് മിമിക്രി ഒന്നുമില്ല, ഞാൻ അവിടെ വേദിയിൽ പോയിട്ട് ഞാൻ ഈ ആത്മീയതയാണ്, എനിക്ക് സാധനം വരുന്നില്ല. കളിയാക്കലുകൾ വരാറുണ്ടോ സഹപാഠികളുടെ, ഈ പറഞ്ഞ മുൻ സഹപാഠികളുടെ? ഇല്ല, എൻ്റെ കൂടെ പഠിച്ച ഒരാൾ പോലും എന്നെ ഇങ്ങനെ ഒരു തരത്തിലും കളിയാക്കുകയെ എൻ്റെ പൂർവാശ്രമ പേര് പറയേ ഒന്നുമില്ല. അവർ പേര് പറയുകയാണെങ്കിൽ പോലും ബിജുസ്വാമി ഞങ്ങളിപ്പോൾ ബിജു വിളിക്കുന്ന കുഴപ്പമുണ്ടോ, അപ്പം നമ്മളിപ്പോൾ നിങ്ങൾ വിളിച്ചാൽ കുഴപ്പമല്ല പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ തന്നെ പറയാം നീ എന്ത് വേണമെങ്കിലും വിളിച്ചിട്ടാ. എന്തിന് എൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള ആളുകൾ പോലും എന്നോട് ഉണ്ണി എന്ന് തന്നെ വിളിച്ചിരുന്നേ, അച്ഛനും അമ്മയൊക്കെ അവരൊക്കെ. അപ്പോൾ ഉണ്ണി എന്ന് വിളിച്ചാൽ അവരെടുത്ത് ചോദിക്കും ഞങ്ങൾ ഉണ്ണി എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമുണ്ടോ, എന്ത് കുഴപ്പം, നിങ്ങൾ എന്ത് വേണം വിളിച്ചു. നിങ്ങൾക്ക് അങ്ങനെ അവർക്ക് അങ്ങനെ എന്നെ കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ വെച്ചാൽ എനിക്ക് വിരോധമില്ല. നിങ്ങൾക്ക് അറിയാണ്ടാണെങ്കിൽ മാത്രമാണ് ഞാനതില്ല. ഉണ്ണി ഇന്നില്ല, ഈ ബിജു ഇല്ല. ബിജു പറഞ്ഞ ക്യാരക്ടറാണ്. അച്ഛനും അമ്മയുടെ പേരിലൊരു അവർ വളർത്തിയുണ്ടാക്കിയ ഒരാളൊന്നുമില്ല. അച്ഛനമ്മ പോലും എനിക്കില്ല. അച്ഛനമ്മയുടെ ഒരു ഇത് വേണ്ടേ. അമ്മ മരിച്ചുപോയി, അച്ഛൻ്റെ പേര് സ്വതന്ത്രമായി, ഞാൻ സഹോദരങ്ങളോട് ഇരിക്കുന്നില്ല. എനിക്ക് ഉണ്ടെങ്കിലോ നിങ്ങളും എൻ്റെ എല്ലാമാണ്, ഈ കൂടിയവരൊക്കെ എൻ്റെ എല്ലാമാണ്. ഒരു സന്യാസത്തിൻ്റെ കാവ്യക്കുപ്പായിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനതിൻ്റെ അപ്പുറം എനിക്ക് അങ്ങനെ ചിലർ പറയും നിങ്ങൾ കല്യാണം കഴിച്ചാണല്ലോ ഭാര്യ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് മനസ്സിലായി എനിക്കറിയില്ല, അല്ല നിങ്ങളെ പുസ്തകത്തിലുണ്ടല്ലോ. അപ്പോൾ ഈ ഭാര്യ എന്നൊക്കെ കൊണ്ട് ലോകത്തിന് മനസ്സിലാവാൻ വേണ്ട, ഭാര്യയൊന്നുമില്ല. എൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ട്. ഇപ്പോൾ ലിവിങ് ടുഗദർ ആണോ, നമ്മളെ രോഹിത്ജിയുടെ ചോദ്യം ലിവിങ് ടുഗദർ ആണോ കേട്ടോ ചോദിച്ചിട്ടുള്ളത് ആണ്. കാരണം നിയമപരമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. ഇത് താലി കെട്ടിയിട്ടുണ്ടോ? ആ ഭാര്യ സിന്ദൂരം ഇട്ടിട്ടുണ്ട്. സിന്ദൂരം ഇട്ടിട്ട് അതൊക്കെ അവരിഷ്ടമാണ്. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നോളും ഒക്കെ ആയിട്ട് വരും. ആ സംഭവം എൻ്റെ പാർട്ട്ണറാണ്. ആ ഇംഗ്ലീഷ് വാക്ക് എനിക്കിഷ്ടം. സംസ്കൃതത്തിലാണെങ്കിൽ സഹധർമ്മിണിയാണ്. ഭാര്യ പ്രയോഗം തെറ്റാണ്. ഭാര്യ എന്ന കൺസെപ്റ്റ് ശരിയല്ലാന്നുള്ള അഭിപ്രായം എനിക്ക്. സഹധർമ്മിണിയാണ്. ധർമ്മത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കൊപ്പം നമ്മളുടെ തുല്യം, മറ്റത് അങ്ങനെയല്ലാന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളപ്പോൾ സഹധർമ്മിണിയാണോ? ഞാൻ പറയും അങ്ങനെയല്ല, ഞാൻ താന്ത്രികനാണ്, ശക്തിയാണ് അവർ. എൻ്റെ കൂടുതലൊരു ശക്തി. വേറെ ആരെങ്കിലും ആവാൻ പറ്റുമോ? എനിക്കൊരു വിരോധമില്ല. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവർക്ക് കുഴപ്പമുണ്ടായിട്ട് കാര്യമില്ല. ഈ ഏകപത്നി വ്രതം പോലെയുള്ളതിൽ വിശ്വസിക്കുന്നുണ്ടോ? ജീവിതാന്ത്യകാലം വരെ ഈ പറയുന്ന സഹധർമ്മിണി തന്നെ ആയിരിക്കുമോ ഒപ്പമുണ്ടാവുക? ഏയ്, നിർബന്ധമില്ല. എനിക്ക് സഹധർമ്മിണി തന്നെ വേണം, നിർബന്ധമില്ല. ഏകപത്നി വ്രതം എന്നൊക്കെ പറയുന്നത് ഏത് കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കണം. ഞാനൊരു വാക്ക് ഉപയോഗിച്ചു. അല്ല, അങ്ങ് പറഞ്ഞതിന് തെറ്റില്ല. കൃഷ്ണൻ്റെ കാലത്ത് കൃഷ്ണൻ ഏകപത്നിയല്ല, ഈ രാമൻ മാത്രമാണ് ഏകപത്നി. ശിവൻ തന്നെ പാർവതി ഒപ്പുണ്ടെങ്കിലും ബാക്കി ഒരുപാട് കഥകളുണ്ട്. ഏകപത്നി എന്ന് അറിയില്ല. മുഹമ്മദ് ഏകപത്നിയല്ല. ക്രിസ്തു പിന്നെ കല്യാണം കഴിച്ചെന്നൊക്കെ പല അഭിപ്രായക്കാരുണ്ട്. ആരാണ് ഏകപത്നിക്കാർ? അപ്പോൾ ഏകപത്നി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ 2-3 കല്യാണം കഴിക്കാൻ നിയമമായിട്ട് ഹിന്ദുക്കൾക്കൊന്നും പറ്റില്ല. ഇനി അല്ലാണ്ട് തന്നെ ഞാൻ നിത്യേന ഒന്നൊഴിവാതെ എനിക്ക് കൗൺസിലിംഗ് ഉണ്ടാവാറുണ്ട്. ആളുകൾ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം ചോദിക്കും, അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. വിവാഹം കഴിച്ച ആളുകളൊക്കെ അവരുടെ റിലേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ആരോടാണ് വിവാഹത്തെക്കുറിച്ചും ഏകപത്നിയെക്കുറിച്ചും ഏക ഭർത്താവിനെക്കുറിച്ചൊക്കെ പറയുന്നത്? ഇനിയുള്ള കാലത്ത് സാധ്യമല്ല. സാധ്യമാണെങ്കിൽ നല്ലത്, അവർക്ക് നല്ലത്. അത് വലിയ ശ്രേഷ്ഠമാണോ? അതൊന്നും പറയാൻ നമ്മളാണല്ല. കാരണം മനുഷ്യൻ മൃഗങ്ങൾക്ക് തുല്യം തന്നെയാണ്. ഒരു ഇണയിലൊന്നും ഒതുങ്ങുന്നവരൊന്നുമല്ല. കാരണം അത്യാവശ്യം വിദ്യാഭ്യാസം നമുക്കുണ്ട്, ഇണങ്ങുന്നൊന്നുമില്ല. പിന്നെ ഈ ആളുകളെ ഭയന്നിട്ട് സോഷ്യൽ കൺസ്ട്രക്റ്റ് തന്നെയാണ്. പകുതി മുക്കാലും സദാചാര കുപ്പായ പണിഞ്ഞവർക്കൊക്കെ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് മറ്റവനും വേണ്ട. ഇത്രയേ ഉള്ളൂ. ഒരു മറ കിട്ടിക്കഴിഞ്ഞാൽ, അവസരം കിട്ടിക്കഴിഞ്ഞാൽ പലരും എല്ലാവരും അപ്പം പിന്നെ തുറന്ന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് ഇത്രയും കണ്ടീഷനൊന്നുമില്ല. ചണ്ഡലബാബ ഒരു സ്ഥലത്ത് പോലും ബ്രാഹ്മണ ബാബാവാൻ ശ്രമിക്കാറില്ല. എനിക്ക് എൻ്റെ വ്യക്തിത്വമുണ്ട്. സ്പിരിച്വലായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ സ്പിരിച്വാലിറ്റി അങ്ങനെ സ്പിരിച്വലായിട്ട് അറിയേണ്ടത് സ്പിരിച്വൽ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സിദ്ധാന്തമാണ് ഭോഗോ യോഗായതേ സാക്ഷാൽ പാതകം സുഹൃതായതെന്നാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഭോഗങ്ങളും അത് എങ്ങനെയാ വെച്ചാൽ ഈ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥ അംഗീകരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്ത്രീയെ കയറി പിടിക്കാനൊന്നും പറ്റില്ല. അതിനുവേണ്ടി എന്നെ കൂടെ ഒരു സ്ത്രീക്ക് ബെഡ് ഷെയർ ചെയ്യണമെങ്കിൽ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കും അവരിഷ്ടമാണ്, അവർക്ക് എന്നെ ഇഷ്ടമാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയും, മറ്റൊരാളുടെ ഭാര്യയാണെങ്കിൽ വേണ്ട. അതെന്താ വെച്ചാൽ അയാൾക്ക് നിങ്ങളൊരു പ്രതീക്ഷ, ഒരു സ്വപ്നമുണ്ട്, അത് ചെയ്യാൻ പാടില്ല. അത് തെറ്റാവുകൊണ്ടൊന്നല്ല, എൻ്റെ നീതിബോധമാണ്, അത് വേണ്ട. അയാൾക്ക് നിങ്ങളൊരു പ്രതീക്ഷയുണ്ട്, അത് ആരോടായാലും നമ്മളിങ്ങനെയാണ് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭോഗം ഈ പ്രപഞ്ചം. അപ്പോൾ കള്ളു കുടിക്കാൻ എനിക്ക് അനുവാദമുണ്ട്, എനിക്ക് കള്ള് വേണ്ടാത്തതുകൊണ്ടാണ്. കള്ളു കുടിച്ചാൽ ഞാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ സമ്പ്രദായം ഈ ആധ്യാത്മിക മണ്ഡലത്തിൽ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് കള്ളു കുടിക്കാൻ ഏത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനും എനിക്ക് തടസ്സമില്ല.
ആരും പറയില്ല ചണ്ടാളബാബ അത് കഴിച്ചു എന്ന് പ്രശ്നം ഉണ്ടാക്കില്ല ആധ്യാത്മിക മണ്ഡലത്തിൽ. കാരണം എൻ്റെ സിദ്ധാന്തം, ഞാൻ ഫോളോ ചെയ്യുന്ന സിദ്ധാന്തം കൗളമാർഗ്ഗമാണ്, വാമാചാരം. എനിക്കതെല്ലാം മനസ്സിലാവില്ല എന്നാൽ പോലും. അപ്പോൾ അത് ഞാൻ കഴിക്കാത്ത എന്താ, എനിക്ക് മദ്യത്തേക്കാൾ ലഹരി ഇപ്പോൾ ഈ സംസാരിക്കുന്ന വിഷയത്തിലുണ്ട്, അല്ലാണ്ടുണ്ട്. അപ്പോൾ മദ്യം എനിക്ക് വേണ്ടാത്തോണ്ടാ. എനിക്കിതിൻ്റെയൊക്കെ അനുഭവമുണ്ട്. കള്ള് കുടിച്ച വ്യക്തിയെ കള്ള് കുടിച്ച് നോക്കിയിട്ടുണ്ട് ഞാൻ, അറിയണ്ടേ, കുടിയനായിരുന്നില്ല, കള്ള് കുടിച്ച് നോക്കിയിട്ടുണ്ട് എന്താണ് കള്ള്. കഞ്ചാവ് കഴിച്ച് നോക്കിയിട്ടുണ്ട് ഞാൻ, എന്താണ് കഞ്ചാവ്. മറ്റ് സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. ഈ എന്താ ഇപ്പോൾ ഡ്രഗ്സൊക്കെ വരുന്നത്, അതൊന്നും എനിക്കറിയില്ല. മറ്റതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ആ ഉപയോഗിച്ച് നോക്കിയാൽ അതിങ്ങനെ. അപ്പം അതിനേക്കാൾ ആനന്ദം എനിക്കല്ലാണ്ട്, അതുകൊണ്ട് ഞാൻ ലോകത്തോടെ പറഞ്ഞതാണെന്ന്. കള്ളും കഞ്ചാവും അല്ല മക്കളെ, കള്ളും കഞ്ചാവും അല്ല, അതിൻ്റെ അപ്പുറം ആധ്യാത്മിക ആനന്ദമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം, ഞങ്ങൾക്കത് അനുഭവിച്ചോളൂ. നിങ്ങൾ അനുഭവിച്ച് നോക്കിക്കോ, ഞാൻ തെറ്റല്ല, നിങ്ങൾ അനുഭവിച്ച് നോക്കിക്കോ, അതിനെതിരല്ല. കാരണം തന്ത്രശാസ്ത്ര അനുഭവത്തിലൂടെ അറിയണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭോഗോ യോഗായത്, ഭോഗം എൻ്റെ പാതകം സുഹൃത, പാപം എന്നൊക്കെ പറയില്ലേ,